ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മലയെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചില മാസങ്ങൾ ഇങ്ങനെയാണ്, ഈ വനം, ഈ മല ഇങ്ങനെ ഉണങ്ങി വരണ്ടിരിക്കും. ഇവിടെ കാണുന്ന ഈ മലയിൽ കാണുന്ന ആ മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോൾ വിചാരിക്കും ആ മരം മൊത്തം ഉണങ്ങി കരിഞ്ഞു പോയെന്ന്. എന്നാൽ ചില മാസം കൂടെ കഴിയുമ്പോൾ ഒരു ചെറിയ മഴ ലഭിക്കും. ആ മഴ ലഭിച്ച ശേഷം ഒരു മരം പോലും ഉണങ്ങിപ്പോകാതെ അവിടെ കാണുന്ന എല്ലാ മരങ്ങളും അത് തളർത്ത് അത് പൂത്തിരിക്കുന്നത് കാണാൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കാം, ഉണങ്ങി വരണ്ടിരിക്കുന്ന സാഹചര്യം പോലെ. എന്നാൽ ഉയരത്തിൽ നിന്നൊരു മഴ ലഭിക്കുമ്പോൾ പിറകിൽ കാണുന്ന മലയെല്ലാം പച്ച പുതപ്പണിഞ്ഞ ഹരിതവർണ്ണ മേടുകളായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ ഈ ജീർണിച്ച അവസ്ഥകൾ മാറി സമ്പൽ സമൃദ്ധിയുടെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന ഒരു മഴയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കട്ടെ, കാംക്ഷിക്കട്ടെ. ആമേൻ.